നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ രണ്ട് അഭിപ്രായമുണ്ടെന്ന് SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് പറയുന്നു. മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. PV അൻവർ ഫാക്ടർ നിലമ്പൂരിൽ ഇല്ല, CPA ലത്തീഫ് 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ ബിൻ കരീം ചേരും. ആദ്യം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. ഈ പ്രാവശ്യം മത്സരിക്കണമോ വേണ്ടുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമുണ്ട്. ഇനി ഒരു വർഷം മാത്രമേ ഇനി കേരള നിയമസഭയ്ക്ക് തെരഞ്ഞെടുപ്പ് ബാക്കിയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്ന കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട്. BJP മത്സരിക്കുന്നില്ലെങ്കിൽ അത് പ്രത്യേകിച്ചും ഒരു ഡീലാവാനാണ് സാധ്യത. ഇതൊക്കെ തുറന്ന് പറയാനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ ഒരു പക്ഷേ മത്സരിക്കേണ്ടി വരും. അൻവർ ഒരു ചെറിയ ഫാക്ടറാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഒരു വലിയ ഫാക്ടറാണെന്ന്. എങ്കിൽ പോലും ആ ചെറിയ ഫാക്ടർ അൻവർ ഒരു പക്ഷേ ഇന്ന് ഒരു കോൺഗ്രസ് ഡിസിഷനിലേക്ക് പോയിട്ടില്ല. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ പറയും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കണക്കുകൂട്ടലും ഒക്കെ തന്നെ നടത്തി വരികയാണ്. അതിനിടയിലാണ് നമ്മൾ SDPയുടെ പ്രതികരണം കൂടി തേടിയത്. കാരണം നിലമ്പൂരിൽ 4000-ഓ 5000-ഓ വോട്ടിന് ഒരു പക്ഷേ ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയം തീരുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SDPക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 4000-ഓളം വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിലാണ് SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് തന്നെ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് നിലമ്പൂരിൽ ഈ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ പാർട്ടിയിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതായത് പ്രാദേശിക ജില്ലാ ഘടകങ്ങൾ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നുള്ള തീരുമാനമാണ് പറയുന്നത്. എന്നാൽ സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കാരണം വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊക്കെ തന്നെ ആ ഒരു സാമ്പത്തികമൊക്കെ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഈ SDPI സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. മാത്രമല്ല ഈ BJP മത്സരിക്കില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ BJP മത്സരിക്കുന്നില്ലെങ്കിൽ അത് എന്തോ ഒരു ഡീലിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ ആ ഡീൽ തുറന്നു കാട്ടണമെങ്കിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം SDPക്ക് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയാണ് എടുക്കുക. അടുത്ത യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് SDPI വ്യക്തമാക്കുന്നത്. മാത്രമല്ല നിലമ്പൂരിൽ PV അൻവറിന് കാര്യമായ സ്വാധീനമില്ല, ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് SDPയുടെ വിലയിരുത്തൽ. കാരണം അദ്ദേഹം MLA എന്നുള്ള നിലയിൽ ഒരു PV അൻവർ ഒരു പരാജയമായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചത് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പോലും ശക്തമായത് മൂലം മാത്രമാണ് വിജയിച്ചത് എന്നും SDPI വ്യക്തമാക്കുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആർക്ക് പിന്തുണ നൽകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ആരും ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുമില്ല എന്നുള്ളതാണ് SDPI വ്യക്തമാക്കുന്നത്. Thank you, Samir bin Karim.